ഇന്ത്യയുടെ സെമി കണ്ടക്ടർ മിഷനായിട്ടുള്ള പുതിയ പദ്ധതി 2.0 വലിയ രീതിയിൽ മുമ്പോട്ട് കുതിക്കുകയാണ്. മെച്വർ നോഡ് എന്ന് പറയുന്ന ഏറ്റവും ചെറിയ സെമി കണ്ടക്ടർ അല്ല, അതിന് പകരം മറ്റു വലിയ സാങ്കേതിക മികവുള്ള സെമി കണ്ടക്ടർ നിർമ്മിക്കുക എന്നതാണ് ഈ പദ്ധതി പ്രകാരം ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഇത് വാസ്തവത്തില് ചൈനയ്ക്കുള്ളൊരു അടിയായിട്ടാണോ നമ്മൾ വിലയിരുത്തേണ്ടത്? സെമികണ്ടക്ടർ ഇന്ത്യ സെമികണ്ടക്ടർ മിഷൻ 2.0 2.0 ഇന്ത്യ ആരംഭിച്ചിരിക്കുകയാണ്. ഇത് ഏതാണ്ട് 1.27 ലക്ഷം കോടി രൂപയാണ് ഈ മിഷന്റെ ഭാഗമായിട്ട് സബ്സിഡി ഇനത്തിൽ സർക്കാർ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കുന്ന കമ്പനികൾക്ക് നൽകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ സർക്കാർ വലിയ രീതിയിലാണ് ഈ ഒരു സെമി കണ്ടക്ടർ ചിപ്പുകളുടെ കാര്യത്തിൽ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി ആവിഷ്കരിച്ചതും നടപ്പാക്കുന്നതും എല്ലാം തന്നെ അത് വലിയ ഗൗരവത്തോടു കൂടിയാണ്, വലിയ പ്രാധാന്യത്തോടു കൂടിയാണ്. ഇവിടെ ഒരു ചോദ്യമുണ്ട്. അതായത് സെമി കണ്ടക്ടർ ചിപ്പുകൾ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് രാജ്യങ്ങൾ മാത്രം ലോകത്തില് അച്ചീവ് ചെയ്തിട്ടുള്ള ഒരു നേട്ടമാണ്. അത് ലോകത്തിലെ ഏറ്റവും മികച്ച സെമി കണ്ടക്ടറുകൾ നിർമ്മിക്കുന്നത്, ഗൗതം പറഞ്ഞിരുന്ന ഒരു ചെറിയ വ്യത്യാസമുണ്ട്, ഏറ്റവും ചെറിയ ചിപ്പുകളാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അതിന് പറയുന്നത് അഡ്വാൻസ്ഡ് നോഡ് എന്നാണ്. 27 നാനോമീറ്റർ, അതായത് 7 നാനോമീറ്റർ തൊട്ട് 2 നാനോമീറ്റർ വരെയുള്ള ചിപ്പുകളാണ് ഇന്ന് നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട ഉപകരണങ്ങളില്, അതുപോലെ സംവിധാനങ്ങളില്, അതുപോലെ പിന്നെ ഡാറ്റാ സെന്ററുകളില്, മൊബൈലുകളില് ഒക്കെ ഉപയോഗിക്കുന്നത്, സ്മാർട്ട് ഫോണുകളിലൊക്കെ. പക്ഷെ അതിന് മുകളിലുള്ള ചിപ്പുകൾക്ക് മെച്വർ നോഡ് എന്ന് പറയും. ആ മെച്വർ നോഡ് എന്ന് പറഞ്ഞാൽ 27 നാനോമീറ്റർ തൊട്ട് മുകളിലോട്ടുള്ള 62, 64 ഒക്കെയുള്ള ചിപ്പുകളുണ്ട്. അതിന് മെച്വർ നോഡ് എന്നാണ് പറയുന്നത്. ഇപ്പോ ലോകത്തിൽ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന രാജ്യങ്ങള്, ഒന്ന് തൈവാൻ, അവരുടെയാണ് TSMC, PSMC എന്നൊക്കെ പറയുന്ന ലോക പ്രശസ്തമായ സെമി കണ്ടക്ടർ കമ്പനികൾ. പിന്നെ അമേരിക്കയുടെ നമുക്കറിയാം, ഇന്റൽ അമേരിക്കയുടെ അതിപ്രശസ്തമായ കമ്പനിയാണ്. പിന്നെ ഇന്റലിന്റെ പെന്റിയൻ ചിപ്പായിരുന്നു ആദ്യകാലത്ത് കമ്പ്യൂട്ടറുകളിലെല്ലാം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ അതുപോലെ ജപ്പാൻ, ദക്ഷിണ കൊറിയ, പിന്നെ കടന്നു വന്നത് ചൈനയാണ്. ഇപ്പോ ചൈന ഈ മെച്വർ നോഡുകളുടെ കാര്യത്തിൽ ഒരു വൻ ശക്തിയാണ്. അതായത് ഈ വലിയ ചിപ്പുകൾ നിർമ്മിക്കുന്നതിൽ. ആ വലിയ ചിപ്പുകള് ഈ ഇലക്ട്രിക് വെഹിക്കിൾസിന്റെ കാര്യത്തിൽ ഈ വലിയ ചിപ്പുകളാണ് ഉപയോഗിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ഉപകരണങ്ങളിലും അത് ഉപയോഗിച്ച് വരുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ചൈന ഈ മേഖലയിൽ ഒരു വൻ ശക്തിയാണ്. ഇവിടെ 2028 ആകുമ്പോഴേക്കും ഈ മെച്വർ നോഡുകളുടെ കാര്യത്തിൽ ചൈന ലോക മാർക്കറ്റിന്റെ ഒരു 42% ചൈന കൺട്രോൾ ചെയ്യുമെന്നാണ് ഇപ്പോഴുള്ള ഒരു കണക്കുകൂട്ടൽ. അപ്പോ ഈ മേഖലയിൽ 2ാം സ്ഥാനം മലേഷ്യക്കാണ് മെച്വർ നോഡുകളുടെ കാര്യത്തിൽ. അപ്പോ ഇന്ത്യക്ക് ഒറ്റയടിക്ക് അഡ്വാൻസ്ഡ് നോഡ് എന്ന് പറയുന്ന 7 നാനോമീറ്റർ തൊട്ട് താഴോട്ടുള്ള ചിപ്പുകളുടെ കാര്യത്തിലൊന്നും അത്ര പെട്ടെന്ന് ഇന്ത്യക്ക് ഒരു ആധിപത്യം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല. ഇത് അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നമ്മൾ വളരെ ബുദ്ധിപൂർവ്വം ഈ 28 നാനോമീറ്റർ തൊട്ട് മുകളിലോട്ട് വലിപ്പമുള്ള ചിപ്പുകൾ അതില് നമ്മുടെ സാന്നിധ്യം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ നമുക്ക് മറ്റൊരു കാര്യത്തിലേക്കൂടെ വരാം. ഇപ്പൊ ഈ സെമി കണ്ടക്ടർ ചിപ്പുകളുടെ നിർമ്മാണത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ 3 തരത്തിലാണ് ആ മേഖല ഉള്ളത്. ഒന്ന് ചിപ്പ് ഡിസൈനിങ്, രണ്ടാമത്തേത് ഫാബ് എന്ന് പറയുന്ന ഫാബ്രിക്കേഷൻ പ്ലാന്റുകൾ. ഈ സെമി കണ്ടക്ടറുകളുടെ കാര്യത്തിൽ ഏറ്റവും അധികം മുതൽ മുടക്ക് ആവശ്യമുള്ളത് ഈ ഫാബുകളുടെ കാര്യത്തിലാണ്. ഒരു ഫാബ് നിർമ്മിക്കണമെങ്കിൽ ഏതാണ്ട് ഒരു 90,000 ലക്ഷം കോടിയൊക്കെ വേണ്ടി വരും. 90,000 crore, 90 ലക്ഷമല്ല, 90,000 കോടിയൊക്കെ വേണ്ടി വരും. അതായത് ഒരു 8 തൊട്ട് ഒരു 12 ബില്യൺ US ഡോളർ വരെ മുതൽ മുടക്കുന്ന
ഒരു മുതൽ മുടക്കേണ്ട ഒരു മേഖലയാണ് ഈ ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ. അപ്പോ ഇപ്പൊ ഇന്ത്യയിലെ ഒരു ഫാബ്രിക്കേഷൻ യൂണിറ്റ് TSMCയും ടാറ്റയും കൂടെ ചേർന്ന് ഗുജറാത്തിലെ ധോളായിരയിൽ പണി വലിയ രീതിയിൽ പുരോഗമിച്ചിട്ടുണ്ട്. 2028 അവിടെ നിന്നുള്ള സെമി കണ്ടക്ടർ ചിപ്പുകൾ മാർക്കറ്റിൽ ലഭ്യമാകും. ഇതിന്റെ ഒരു ഇൻവെസ്റ്റ്മെന്റ് എന്നത് 92,000 കോടി രൂപയാണ്. അപ്പൊ നമ്മൾ അറിയാമല്ലോ അതിന്റെ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് വേണ്ടി വരുന്ന എത്രത്തോളമാണെന്ന്. ഇതിന് വലിയ രീതിയിൽ ശുദ്ധജലം ആവശ്യമുണ്ട്. അതായത് ഈ വേഫറുകൾ എന്നാണ് പറയുന്നത്. വേഫറുകളിൽ സർക്യൂട്ടുകൾ വരച്ചു ചേർത്തിട്ടുള്ള അല്ലെങ്കിൽ സർക്യൂട്ടുകൾ ഉറപ്പിച്ചിട്ടുള്ള വേഫറുകൾ, ആ വേഫറുകളാണ് ഈ ഫാബ്രിക്കേഷൻ പ്ലാന്റിൽ നിന്ന് വരുന്നത്. പിന്നെ ഇതിന്റെ മൂന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് ഔട്ട്സോഴ്സ്ഡ് സെമി കണ്ടക്ടർ അസംബ്ലി ആൻഡ് ടെസ്റ്റിംഗ്. അതിന് OSAT എന്നാണ് പറയുന്നത്. അതല്ലെങ്കിൽ സിംപ്ലി നമുക്ക് പറയാം അസംബ്ലി, ടെസ്റ്റിംഗ്, മാർക്കിംഗ് ആൻഡ് പാക്കിംഗ്. ഈ ഒരു മേഖല മൂന്നാമത്തെ ഒരു മേഖലയാണ്. അപ്പോൾ ഇന്ത്യ ഈ 3 മേഖല എടുക്കുമ്പോൾ ഫാബിന്റെ കാര്യത്തിൽ അത് വലിയ ഭീമമായ മുതൽ മുടക്കാണ് അത് വേണ്ടത്. പക്ഷെ അവിടെ ടാറ്റ TSMC കമ്പനിയുടെ ഓൾറെഡി നമ്മൾ അതിന് അവരുടെ പ്ലാന്റ് ഫാബ് പണി തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയുടെ തന്നെ ഏറ്റവും വലിയ ഒരു കമ്പനി ആയിട്ടുള്ള മൈക്രോണിന് അനുവാദം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കെയിൻസ് ടെക്നോളജി ഇന്ത്യൻ കമ്പനിയാണ്, അവർ തുടങ്ങുന്നുണ്ട്. CG പവർ, ഇവരൊക്കെ തന്നെ ഫാബുകൾ തുടങ്ങുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 4 ഫാബുകളും 8ഓളം ഈ പറയുന്ന അസംബ്ലി, ടെസ്റ്റിംഗ്, അതുപോലെ മാർക്കിംഗ്, പാക്കേജ്, അതായത് ATMP OSAT എന്ന വിഭാഗത്തില് ഏതാണ്ട് 10ഓളം പുതിയ പ്ലാന്റുകളും വരുന്നു. ഇനി നമുക്ക് ആദ്യം നമ്മൾ പറഞ്ഞ ഡിസൈനിങ്ങിന്റെ മേഖലയിൽ ഡിസൈനിങ്ങിന്റെ മേഖലയിൽ ഇന്ത്യ ഒരു വൻ ശക്തിയാണ് ഇപ്പൊ തന്നെ. ലോകത്തിൽ ഈ സെമി കണ്ടക്ടർ ഡിസൈനിങ്ങിൽ ശേഷിയുള്ള സ്കിൽഡ് ആയിട്ടുള്ള ലോകത്തിലെ 20% ആൾക്കാരും എഞ്ചിനീയർമാരും ഇന്ത്യയിലാണുള്ളത്. അതായത് ഇന്ത്യ ഇതിലൊരു വൻ ശക്തിയാണ്. അപ്പോൾ പക്ഷെ മറ്റു 2 മേഖലകളിൽ നമ്മുടെ സാന്നിധ്യം തുച്ഛമാണ്. അത് മാറ്റിയിട്ട് ഇതിന്റെ ഒരു സമ്പൂർണ്ണ ഇക്കോസിസ്റ്റം ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ്. മാത്രമല്ല ഈ അടുത്ത ഞാൻ മനസ്സിലാക്കുന്നത് ഇതിനു വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങളൊക്കെ നിർമ്മിക്കുന്നത് നെതർലൻഡ്സ് ആണ്. ഈ ടെക്നോളജി ഒന്നും ലോകത്ത് ആർക്കും അങ്ങനെ കൊടുക്കില്ല. വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇത് വെച്ച് നമുക്ക് ലോകത്തെ നിയന്ത്രിക്കാം. ഇത്തരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്നത് നെതർലൻഡ്സ് ആണ്. അപ്പൊ അവരുമായിട്ട് നമ്മൾ ഈ അടുത്ത സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ചെന്നപ്പോൾ അവരുമായിട്ട് ചർച്ച നടത്തി. അവര് ഇന്ത്യയിൽ അവരുടെ പ്ലാന്റുകൾ തുടങ്ങാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞു ഈ ടെക്നോളജി ആർക്കും കൊടുക്കില്ല, പിന്നെന്താ അവർ ഇന്ത്യ വരുന്നത്? അതിന്റെ ഒരു കാരണം ടെക്നോളജി ഉണ്ടെങ്കിൽ മാത്രം കാര്യമില്ല, ആ പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഉണ്ടാവണം, സ്കിൽഡ് വർക്ക് ഫോഴ്സ് വേണം. ഇന്ത്യയുടെ കാര്യത്തില് ഈ ടെക്നോളജി ആർക്കും കൈമാറാൻ തയ്യാറല്ലാത്ത രാജ്യങ്ങൾ പോലും ഇന്ത്യയിൽ വന്ന് അവരുടെ പ്ലാന്റുകൾ തുടങ്ങാൻ അല്ലെങ്കിൽ അതിന് ടെക്നോളജി നൽകാൻ അവർ തയ്യാറാവുന്നത് അതിൽ അവരുടെ ഒരു സ്വാർത്ഥതയും. എന്തെന്നാൽ അവർക്ക് നിലനിൽക്കണമെങ്കിൽ അവരുടെ പ്ലാന്റുകൾ വർക്ക് ചെയ്യണം. യൂറോപ്പിൽ ഒരു പ്ലാന്റ്, ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുന്നതിനേക്കാൾ എത്രയോ ലാഭകരമാണ് ഇന്ത്യയിൽ തുടങ്ങുന്നത്. അപ്പോ തൽക്കാലത്ത് ഇന്ത്യക്ക് പല കാര്യങ്ങളിലും അതുകൊണ്ട് ഒരു ഇളവ് കിട്ടുന്നു. ഇസ്രയേൽ പോലും ഇസ്രയേലിന്റെ ആയുധ നിർമ്മാണ മേഖലകളിൽ ഇസ്രയേല് ആ ടെക്നോളജി ഒന്നും ആർക്കും കൊടുക്കാറില്ല. പക്ഷെ ആ ഇസ്രയേൽ ഇന്ത്യയിൽ വന്ന് ഇന്ത്യക്ക് ടെക്നോളജി കൈമാറാനും ഇന്ത്യയിൽ ഉൽപാദനം തുടങ്ങാനും തയ്യാറായി. എന്തുകൊണ്ട് തയ്യാറായി? അതിന്റെ കാരണം ഞാനീ പറഞ്ഞതാണ്. അതായത് ഇൻഫ്രാസ്ട്രക്ചർ, നമ്മുടെ നാട്ടിൽ ഒരു പ്ലാന്റ് ഉണ്ടാക്കാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ട്, നമുക്ക് സ്കിൽഡ് പ്രൊഫഷണൽസ് അവൈലബിൾ ആണ്, ഇവിടെ ഡിമാൻഡും ഉണ്ട്. സ്വാഭാവികമായിട്ടും ഇങ്ങനെ ഒരു മാർക്കറ്റ് വേണ്ടെന്ന് വെക്കുന്നത് മണ്ടന്മാരെ ചെയ്യത്തു. കുറച്ച് ടെക്നോളജിയൊക്കെ ഇന്ത്യ പിടിച്ചെടുത്താലും എന്തായാലും ശരി, ഇന്ത്യയിൽ വന്ന് തുടങ്ങുന്നതുകൊണ്ട് ആത്യന്തികമായിട്ട് കമ്പനിക്ക് ഗുണമാണെന്നുള്ള ഒരു വിലയിരുത്തൽ, ഈ നഷ്ടവും ലാഭവും കൂടി കൂട്ടി നോക്കുമ്പോൾ ലാഭത്തിന്റെ തട്ടാണ് കുറച്ചൊന്ന് താഴ്ന്നു നിൽക്കുന്നത്. അപ്പൊ അതാണ് ഈ വിദേശ കമ്പനികളിലെ ടെക്നോളജി ഇന്ത്യ മനസ്സിലാക്കും, ഇന്ത്യ കൈവശപ്പെടുത്തുമെങ്കിലും
ഇന്ത്യക്ക് ടെക്നോളജി നൽകാൻ അവർ തയ്യാറാകുന്നു, അവർക്കും ഇതിൽ നിന്നൊരു ലാഭമുണ്ട്. പിന്നെ വലിയ കനത്ത ഒരു സബ്സിഡിയാണ് ഇന്ത്യ ഓഫർ ചെയ്യുന്നത്. ഇപ്പൊ ഇവിടെ ഒരു കമ്പനി വന്ന് 10,000 കോടി രൂപ മുതൽ മുടക്കിയാൽ സബ്സിഡിയായിട്ട് 5,000 കോടി കിട്ടും. അതാണ് അതിന്റെ ഒരു ഗുണം. അപ്പോ ഈ കനത്ത സബ്സിഡി ലോകത്തെങ്ങും കൊടുക്കുന്നില്ല. ഇന്ത്യ എന്തുകൊണ്ട് കൊടുക്കുന്നു എന്ന് ചോദിച്ചാൽ, ഇന്ത്യക്ക് ടെക്നോളജി, വി ആർ ഡെസ്പറേറ്റ് ഫോർ ദ ടെക്നോളജി. അപ്പൊ ആ ടെക്നോളജി നമുക്ക് ലഭ്യമാവണമെങ്കിൽ കക്ഷത്തിലിരിക്കുന്നത് പോകാതെ ഇരിക്കുന്നത് എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സെമി കണ്ടക്ടർ മിഷൻ 1 തീർച്ചയായിട്ടും അത് ആദ്യമൊക്കെ ചില തട്ടുതടവൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ചില കമ്പനികൾ ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ട് പിന്മാറുകയൊക്കെ ചെയ്തു. ഫോക്സ്കോണും വേദാന്തയും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫാബ്രിക്കേഷൻ പ്ലാന്റ് ഒരിക്കൽ പറഞ്ഞാണ്, അത് വേണ്ട രീതിയിൽ നടന്നില്ല. പക്ഷെ അതേസമയം TSMCയും ടാറ്റയും തമ്മിലുള്ള ചേർന്ന് വിഭാവനം ചെയ്ത പ്ലാന്റ് യാഥാർത്ഥ്യമായി. അതുപോലെ തന്നെ വരാനിരിക്കുന്ന മൈക്രോണിന്റെ പ്ലാന്റുകളും ഒക്കെ തന്നെ, അതും മൈക്രോണിന്റെ പ്ലാന്റിനും ഏതാണ്ട് $10 ബില്യൺ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഏതാണ്ട് 95,000 കോടി രൂപയോളം ഇൻവെസ്റ്റ്മെന്റ് പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതൊക്കെ വലിയൊരു കാൽവെപ്പാണ്, വലിയൊരു മെച്ചമാണ്. 2028 ഇന്ത്യൻ നിർമ്മിത ചിപ്പുകൾ, സെമി കണ്ടക്ടർ ചിപ്പുകൾ മാർക്കറ്റിൽ ഇറങ്ങുകയാണ്. 2030 പകുതിയോടെ, 2035ഓടെ സെമി കണ്ടക്ടർ ചിപ്പ് നിർമ്മാണത്തിലെ ലോകത്തിലെ 5 പ്രമുഖ രാഷ്ട്രങ്ങളിൽ ഒന്നായിട്ട് ഇന്ത്യ മാറും എന്നാണ് സർക്കാർ വിഭാവനം ചെയ്യുന്നത്. അതൊട്ടും തന്നെ അതിമോഹമല്ല എന്ന് നമുക്കറിയാം. കാരണം ഈ പറഞ്ഞ പ്ലാന്റ് ഇപ്പൊ തന്നെ അസംബ്ലി ടെസ്റ്റിംഗ്, ഞാൻ ആദ്യം പറഞ്ഞത് ഫാബ്രിക്കേഷൻ യൂണിറ്റ് ആണ്. അതുപോലെ ആസാമിൽ ഒരു അസംബ്ലി ടെസ്റ്റിംഗ്, മാർക്കിംഗ് ആൻഡ് പാക്കേജിംഗ് യൂണിറ്റ് വരുന്നുണ്ട്. അത് ഏതാണ്ട് 27,000 കോടി രൂപ മുതൽ മുടക്കിയിട്ടാണ്. അവിടെയും വലിയ രീതിയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ മുന്നേറി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പിന്നെ ചൈനയെ ഒറ്റയടിക്ക് നമുക്ക് ഈ മേഖലയിൽ നിന്ന് പുറത്താക്കാമെന്നൊന്നും വിചാരിക്കേണ്ട. ചൈന ഒരു വൻ ശക്തിയാണ് മെച്വർ നോഡുകളുടെ കാര്യത്തിൽ. ചൈന $125 ബില്യൺ ആണ് ഈ മേഖലയിലേക്ക് ഇപ്പോൾ മുതൽ മുടക്കിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു ലെവലിലേക്കൊന്നും നമ്മൾ എത്തിയിട്ടില്ല. പക്ഷെ എങ്കിലും നമ്മൾ ചൈന +1 എന്നുള്ള ഒരു പോളിസി ഇപ്പൊ പല രാജ്യങ്ങൾക്കും ഉണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ആപ്പിള്, ഇലക്ട്രോണിക്സ് മേഖലയിൽ ആപ്പിൾ അതാണ് നടപ്പാക്കിയിരിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാന്നിധ്യത്തിലൂടെ നമ്മൾ കടന്നു കയറി, ഒരു ചെറിയ വിടവുള്ളിടത്തൂടെ നമ്മൾ കടന്നു കയറിക്കൊണ്ട് ചൈന മെച്വർ നോഡ് മാർക്കറ്റിന്റെ 42% 2028 നിയന്ത്രിക്കുമെങ്കിൽ നമുക്കൊരു 10% അടുത്തേക്ക് നമ്മൾ എത്തുകയും പിന്നെ നമുക്ക് കുതിക്കുകയും ചെയ്യാം. ഒരിക്കലൊന്ന് കാലെടുത്ത് വെച്ചാൽ ഇന്ത്യ പിന്നെ ഒരിക്കലും പുറകോട്ട് പോയില്ല. കാരണം നമ്മുടെ മാനവ വിഭവശേഷിയും അടിസ്ഥാന സൗകര്യങ്ങളും ഇപ്പോൾ ആ രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് മാത്രവുമല്ല, നമുക്ക് ഡിസൈനിങ് മേഖലയിൽ നമ്മളൊരു വലിയ ശക്തിയുമാണ്. സ്വാഭാവികമായിട്ടും ഇതെല്ലാം കൂടെ കണക്കിലെടുക്കുമ്പോൾ 4 ഫാബ്രിക്കേഷൻ യൂണിറ്റുകൾ, ഏതാണ്ട് 10ഓളം ഈ മറ്റ് അനുബന്ധ മേഖലയിലുള്ള യൂണിറ്റുകൾ, ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും ഈ 2032 കൂടി തന്നെ ലോകത്തിലെ 5 പ്രമുഖ സെമി കണ്ടക്ടർ ചിപ്പ് ഉൽപാദകരിൽ ഇന്ത്യ ഒരാളായിട്ട് മാറുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമ്മുടെ സ്വാതന്ത്ര്യ ദിനത്തിൽ നമുക്കിത് ഈ ഒരു പ്രത്യാശാപൂർണമായിട്ടുള്ള ഒരു വാർത്തയുമായിട്ട് നമുക്ക് തൽക്കാലം നമുക്ക് വിടവാങ്ങാം. കൂടുതൽ വിവരങ്ങളുമായിട്ട് സെമി കണ്ടക്ടർ ചിപ്പുകളുടെ മേഖലയെക്കുറിച്ചുള്ള വരും ദിവസങ്ങളിലെ കൂടുതൽ ആ മേഖലയുടെ വികാസ പരിണാമങ്ങളെക്കുറിച്ച് കൂടുതൽ വാർത്തകളുമായിട്ട് വീണ്ടും നമുക്ക് പ്രേക്ഷകരുടെ മുന്നിലെത്താം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം, സ്വാതന്ത്ര്യ ദിനാശംസകൾ.